ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്പൈഡർമാന്റെ സ്റ്റോറീസ് ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും അതുപോലെ ഒരുപാട് ട്വിസ്റ്റും അതുപോലെ ടേണിങ്സ് ഒക്കെ ഉള്ള ഒരു കിടിക്കാച്ചി മൂവിയാണ് സ്പൈഡർമാൻ 3. ഇപ്പൊ നമ്മുടെ മേരിയും അതുപോലെ നമ്മുടെ സ്പൈഡർമാനും നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഹാരിക്ക് ഇപ്പൊ എന്തൊക്കെയോ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ കഥയുടെ ഗതി എന്താകുമെന്നും ഭാവിയിൽ സ്പൈഡർമാൻ എന്തൊക്കെ കാര്യങ്ങൾ നേരിടേണ്ടി വരുമെന്നൊക്കെ നമുക്ക് ഉടൻ തന്നെ അറിയാം. അതിനായിട്ട് നമ്മുടെ കൂട്ടുകാരെല്ലാം തന്നെ ഈ മൂവി സ്റ്റാർട്ടിംഗ് ടു എൻഡ് വരെ കാണണം. ഇതുപോലുള്ള മൂവികൾ കാണാൻ ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാർക്ക് നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ കൂടി ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ വേഗം തന്നെ നമുക്ക് മൂവിയിലേക്ക് കടന്നു ചെല്ലാം. നമ്മളുടെ ഈ അടിപൊളി മൂവിയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് നമ്മുടെ സ്പൈഡർമാനെ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഏതാനും വീഡിയോ ക്ലിപ്സ് ഒക്കെ ഇപ്പൊ ടൗണിലുള്ള സ്ക്രീനുകളിലൊക്കെ വളരെ കാര്യമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു സൂപ്പർ ഹീറോയുടെ പരിവേഷം തന്നെ ലഭിച്ചിരിക്കുന്നു. കുട്ടികളും അതുപോലെ തന്നെ മുതിർന്നവരും എല്ലാവരും തന്നെ നമ്മുടെ സ്പൈഡർമാന് വലിയ ഫാൻസ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ സ്പൈഡർമാൻ ആവട്ടെ, സ്പൈഡർമാൻ വളരെ പെട്ടെന്ന് തന്നെ ഒരുങ്ങി തയ്യാറായിട്ട് ഇപ്പൊ നമ്മുടെ MJയുടെ ഒരു കിടിക്കാച്ചി ഡ്രാമ കാണാൻ വേണ്ടി പോവുകയാണ്. അദ്ദേഹം ഒട്ടും തന്നെ കുറയാതെ മുൻ സീറ്റിൽ തന്നെ ഇരുന്നിട്ടാണ് അവളുടെ ആ ഒരു ഡ്രാമ കാണാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മേരി ജെയിൻ ഇതാ ഉടനടി വളരെ സ്റ്റൈലായിട്ട് ആ ഒരു സ്റ്റേജിലേക്ക് കടന്നു വരികയാണ്. എല്ലാവരും തന്നെ ഒരുപാട് സന്തോഷത്തോടു കൂടെയും അതുപോലെ തന്നെ ഒരുപാട് ഇഷ്ടത്തോടു കൂടിയൊക്കെ MJനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പീറ്ററിന് ഇപ്പൊ ഒരുപാട് ഇഷ്ടമാണ് MJനെ. അതുപോലെ തന്നെ നമ്മുടെ മേരിക്കും പീറ്ററിനെ തിരിച്ചും ഒരുപാട് ഇഷ്ടമാണ്. അതിനാൽ തന്നെ അവരിപ്പോ വളരെയധികം സന്തോഷത്തോടു കൂടിയും അതുപോലെ തന്നെ വളരെയധികം സ്നേഹത്തോടു കൂടിയാണ് അവളുടെ ആ ഒരു പെർഫോമൻസ് എല്ലാം തന്നെ നോക്കിക്കാണുന്നത്. ഈ സമയത്ത് അവിടെ മറ്റൊരാൾ കൂടെ ഉണ്ടായിരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, പീറ്ററിന്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള ഹാരി തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഹാരി ഇപ്പോൾ പീറ്ററിനെ തുറിച്ചു നോക്കുകയാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, ലാസ്റ്റ് ടൈമിൽ നമ്മൾ കണ്ടതാണ് ഹാരിയുടെ പിതാവിന്റെ മരണത്തിന് ഉത്തരവാദി സ്പൈഡർമാൻ ആണെന്നും ആ സ്പൈഡർമാൻ തന്റെ ഉറ്റ ചങ്ങാതിയായിട്ടുള്ള പീറ്റർ തന്നെയാണെന്നും ഹാരി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ തന്നെ ഹാരിക്ക് ഇപ്പൊ പീറ്ററിന്റെ അടുത്ത് ഒരുപാട് ദേഷ്യം വന്നിട്ടാണ് ഉള്ളത്. ഇപ്പോൾ ആ ഒരു ഡ്രാമ എല്ലാം തന്നെ കഴിഞ്ഞിരിക്കുകയാണ്. പീറ്റർ ഇപ്പോൾ മേരി ജെയിന്റെ അടുത്ത് ചെന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ മേരി ജെയിന്റെ അടുത്ത് പറയുകയാണ്. നിന്റെ ആക്ടിങ് വളരെ നന്നായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടമായെന്നൊക്കെ പറഞ്ഞ് അവളിങ്ങനെ പൊക്കി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഹാരിയെ കാണാനായിട്ട് സാധിക്കുന്നത്. ഉടൻ തന്നെ ചെന്നിട്ട് ഹാരി അടുത്ത് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹാരി വളരെയധികം ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് അവന്റെ സ്വന്തം കാറിൽ നിന്ന് കടന്നു പോവുകയാണ്. പിന്നീട് മേരി ജെയിനും അതുപോലെ തന്നെ നമ്മുടെ പീറ്ററും കൂടെ അവരൊരു വലയൊക്കെ കെട്ടി നൈറ്റ് വളരെ സ്റ്റൈലായിട്ട് അവിടെ കിടന്നുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് അവിടെ അവർ നല്ല രീതിയിൽ ഇന്റിമേറ്റ് ആവുന്ന സമയത്ത് എന്തോ ഒരു ഉൽക്ക പോലത്തെ സാധനം അവരുടെ അടുത്തേക്ക് വന്ന് വീഴുകയാണ്. അതിൽ നിന്ന് എന്തോ തീ എരിയും പോലെ വരികയും അതിൽ നിന്ന് ഒരു തരത്തിൽ കറുത്ത ഒരു വസ്തു പുറത്തേക്ക് കടന്നു വരുന്നതായിട്ടും കാണാനായിട്ട് സാധിക്കുകയാണ്. ഈ സമയത്ത് ഹാരി ഇപ്പോൾ ഓസ്ബോർഡിന്റെ എല്ലാ തരത്തിലുള്ള പരീക്ഷണങ്ങളിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പഴയ ലാബിൽ കടന്നു വരികയും അതുമാത്രമല്ല ഗ്രീൻ ഗ്ലോബിൻ ശക്തി കൂടെ അവൻ ഇപ്പോൾ ആർജിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് വീണ്ടും നമ്മുടെ പീറ്ററിനെയും അതുപോലെ തന്നെ മേരി ജെയിനുമാണ്. അവർ രണ്ടുപേരും ഒരുപാട് നേരത്തിന് ശേഷം പീറ്ററിന്റെ വാഹനത്തിൽ തിരിച്ചു വരാനായിട്ട് ശ്രമിക്കുകയാണ്. ഈ സമയത്ത് തന്നെ ആ ഒരു കറുത്ത വസ്തു അവരുടെ ബൈക്കിൽ ചുറ്റിപ്പിടിച്ചിരിക്കുന്നതായിട്ട് കാണാനും സാധിക്കും. അടുത്ത സീനിൽ കാണിക്കുന്നത് ജയിൽ ചാടി പോകുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പേര് ഫ്ലിൻഡ് എന്നാണ്. അദ്ദേഹം ഇപ്പോൾ ജയിൽ ചാടുകയും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് തന്നെ കടന്നു വരികയും ചെയ്യുകയാണ്. വീട്ടിലെത്തി ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തോട് വളരെ റൂഡായിട്ട് സംസാരിക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിൽ കൂടെ അത് അപകടമാണെന്നൊക്കെ പറയുകയാണ്. നീ എന്നോട് ക്ഷമിക്കണം, ഞാനൊരു അബദ്ധത്തിൽ ചെന്ന് പെട്ടതാണ്. അന്നത്തെ എന്റെ തെറ്റുമൂലം എനിക്ക് അറിയാതെ സംഭവിച്ച കാര്യങ്ങളാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവരതൊന്നും തന്നെ കേൾക്കാനായിട്ട് തയ്യാറാവുന്നില്ല. നിങ്ങൾ ഇങ്ങനെ ഞങ്ങൾക്ക് കൂടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്റെ മകളാണ് അത് മുഴുവൻ അനുഭവിക്കേണ്ടി വരിക എന്ന് കൂടെ അവൾ അവിടെ മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. ഇവരുടെ ഈ വഴക്ക് കേട്ടതിന് ശേഷം അവരുടെ മകൾ അങ്ങോട്ടേക്ക് കടന്നു വരികയാണ്. അവൾക്ക് ക്യാൻസർ ആണ്. അതുകൊണ്ട് തന്നെ അവളുടെ അമ്മയും അതുപോലെ തന്നെ അവളുടെ അച്ഛനും ഒരുപാട് ടെൻഷനാണ് അവളെ ഓർത്തിട്ട്. ആ കുഞ്ഞിനോട് അച്ഛനും അമ്മയ്ക്കും ഒരുപാട് സ്നേഹമുണ്ട്. ആ കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഒരുപാട് പണങ്ങളൊക്കെ മോഷ്ടിച്ചതും അതിലൂടെ അദ്ദേഹത്തിനെ പോലീസ് പിടിക്കാൻ ഇടയായതും. എന്നാൽ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തെ അവിടെ നിൽക്കാനായിട്ട് അനുവദിക്കാതെ വരികയും അദ്ദേഹത്തെ അവിടെ നിന്ന് പുറത്താക്കുകയും ചെയ്യുകയാണ്. കഥാനായകനായിട്ടുള്ള പീറ്റർ ആവട്ടെ വീണ്ടും ആന്റിയുടെ അടുത്തേക്ക് തിരിച്ചെത്തിയിട്ടാണ് ഉള്ളത്. അതിനുശേഷം ആന്റിയുമായിട്ട് അവരിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായി, നീ MJയുടെ അടുത്ത് നിന്റെ സ്നേഹം തുറന്നു പറഞ്ഞോ? നീ അവളെ പ്രപ്പോസ് ചെയ്തോ എന്നൊക്കെ വളരെ ആവേശത്തോടു കൂടെയും അതുപോലെ തന്നെ ആശ്ചര്യത്തോടു കൂടെയൊക്കെ ആന്റി ഇപ്പോൾ പീറ്ററിന്റെ അടുത്ത് ചോദിക്കുകയാണ്. ഇല്ല ആന്റി, എനിക്ക് ഇതുവരെ അതിന് സാധിച്ചിട്ടില്ല എന്ന് പീറ്റർ വളരെയധികം സാഡായിട്ട് മറുപടി പറയുകയാണ്. നിന്റെ ഒരു കാര്യം, അതൊക്കെ നിന്റെ അങ്കിൾ ഒരു ധീരനായിരുന്നു. എന്നെ ഒരു ദിവസം ഒരു ബീച്ചിൽ കൊണ്ടുപോയതിനു ശേഷം അദ്ദേഹത്തിന്റെ സ്നേഹം വളരെ ഫ്രാങ്ക് ആയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു. അതിലൂടെയാണ് എനിക്ക് അദ്ദേഹത്തോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നിയതെന്ന് ആൻഡി ഇപ്പോൾ പറയുകയാണ്.
നീ ഇങ്ങനെ മിണ്ടാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ വേറെ വല്ലവരും കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ നീ എത്രയും പെട്ടെന്ന് നിന്റെ സ്നേഹം അവളെ അറിയിക്കണം. അങ്ങനെ നിങ്ങൾ ഒന്നായി തീരണമെന്നൊക്കെ ആന്റി ഇപ്പോൾ വളരെ കാര്യമായിട്ട് പീറ്ററിനെ ഉപദേശിച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോഴാണ് എനിക്കും ഇങ്ങനെ ഒരു ആന്റി ഇല്ലല്ലോ എന്നൊരു സങ്കടം എനിക്ക് വരുന്നത്. എന്തായാലും പോട്ടെ, പീറ്ററിനെ നമ്മുടെ ആന്റി നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. പീറ്ററിന് മേരിയെ പ്രപ്പോസ് ചെയ്യണമെന്നും അവൾക്ക് റിങ് കൊടുക്കണം എന്നൊക്കെ വളരെയധികം ആഗ്രഹമുണ്ട്. പക്ഷെ അതിനാവശ്യമായിട്ടുള്ള പണമൊന്നും അവന്റെ കയ്യിലില്ലായിരുന്നു. അത് അവന്റെ ആന്റിക്ക് വളരെ നന്നായിട്ട് അറിയുക കൂടെ ചെയ്യായിരുന്നു. അതിനെ തുടർന്ന് അവന്റെ ആന്റി അവനൊരു വളരെ പ്രീഷ്യസ് ആയിട്ടുള്ള ഡയമണ്ട് റിങ് കൂടെ കൊടുക്കുകയാണ്. നീ ഇതുമായി ചെയ്യുന്ന അവളുടെ അടുത്ത് നിന്റെ സ്നേഹം തുറന്നു പറയാൻ പറഞ്ഞിട്ട് ആന്റി അവനെ പറഞ്ഞയക്കുകയാണ്. ഒരുപാട് സന്തോഷത്തോടു കൂടെ പീറ്റർ ആവട്ടെ അവന്റെ ബൈക്കുമായിട്ട് മേരി ജെയിന്റെ അടുത്തേക്ക് കടന്നു ചെല്ലുകയാണ്. ഇതേ സമയത്താണ് വളരെയധികം അപ്രതീക്ഷിതമായിട്ട് അങ്ങോട്ടേക്ക് ഹാരി കടന്നു വരികയും നമ്മുടെ പീറ്ററുമായിട്ട് നല്ലൊരു ഫൈറ്റ് ഉണ്ടാവുകയും ചെയ്യുന്നത്. ഹാരി ഇപ്പോൾ ഓസ്ബോണിന്റെ എല്ലാ തരത്തിലുള്ള പരീക്ഷണം ചെയ്തതിനെ തുടർന്ന് ഹാരിക്കും ഇപ്പോൾ എന്തൊക്കെയോ ചില പവറുകൾ കിട്ടിയിട്ടുണ്ട്. അതിനെ തുടർന്ന് പീറ്ററുമായിട്ട് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഹാരിയുടെ മനസ്സിൽ ഇപ്പോൾ പീറ്ററാണ് അവന്റെ അച്ഛന്റെ കാതകൻ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും പീറ്ററിനെ നശിപ്പിക്കുക എന്നൊരു ചിന്ത മാത്രമേ ഹാരിയുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ളൂ. അതിനെ തുടർന്ന് ഹാരി ആവട്ടെ പീറ്ററെ നല്ല രീതിയിൽ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിനിടയിൽ പീറ്ററിന്റെ കയ്യിൽ നിന്ന് ആ ഒരു മോതിരം നഷ്ടപ്പെട്ടു പോവുകയും അതോടൊപ്പം നമ്മുടെ ഹാരി ആവട്ടെ പുതിയ പുതിയ ആയുധങ്ങൾ പീറ്ററിന് നേരെ അയക്കുകയും ചെയ്യുകയാണ്. പീറ്റർ തന്നെ നെറ്റ് ഉപയോഗിച്ചുകൊണ്ട് എല്ലാത്തിനും തടുക്കുകയും അതേ തുടർന്ന് ഹാരിയെ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഹാരിയെ തടയാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. ഇതിനിടയിൽ എങ്ങനെയോ ഒരു അവസ്ഥയിൽ ഹാരിയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഹാരി ഇവിടെ നിലത്തേക്ക് വീഴുകയാണ്. ഹാരിയുടെ ജീവൻ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് പീറ്റർ ഒരുപാട് ശ്രമിക്കുകയും അതിനുശേഷം അവനെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്യുകയാണ്. ഇപ്പോൾ ഹാരിയുടെ ബോധം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ഡോക്ടർ ആവട്ടെ ഹാരിയുടെ നിലയെക്കുറിച്ച് വളരെ വിശദമായിട്ട് പീറ്ററിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയും കൂടെ ചെയ്യുകയാണ്. വർഷങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഹാരി പഴയ ആ ഒരു ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഹാരിക്ക് ഇപ്പോൾ കഴിഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ വളരെ ക്ലിയർ ആയിട്ട് ഓർമ്മയില്ല. പീറ്റർ ഇപ്പോഴും അവന് നല്ലൊരു ഫ്രണ്ട് ആണെന്ന് മാത്രമാണ് അവൻ ഇപ്പോൾ ഓർമ്മയുള്ളത്. മേരിയും ഹാരിയെ കാണാനായിട്ട് കടന്നു വരുന്നു. അങ്ങനെ അവർ 3 പേരും നല്ല രീതിയിൽ സംസാരിക്കുകയും നല്ല കൂട്ടുകാരായി മാറുകയും ചെയ്യുകയാണ്. ഹാരിയുടെ അച്ഛൻ ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി എന്നാണ് ഇപ്പോൾ നമ്മുടെ ഹാരിയുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന ഒരു ചിത്രം. അതിനുശേഷം മേരിയും അതുപോലെ തന്നെ പീറ്ററും അവിടെ നിന്ന് കടന്നു പോകുന്നു. അടുത്ത സീനിൽ വീണ്ടും കാണിക്കുന്നത് ക്ലിൻ മാർക്കോയാണ്. അവനെ ഇപ്പോൾ പോലീസുകാർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം കഷ്ടപ്പെട്ട് അവരുടെ കയ്യിൽ നിന്ന് എല്ലാം രക്ഷപ്പെട്ട് വന്നെത്തുന്നതോ ഒരു സോയിൽ എക്സ്പെരിമെന്റ് നടത്തുന്ന സ്ഥലത്തേക്കാണ്. അവിടെയുള്ള ആ ഒരു എക്സ്പെരിമെന്റിന്റെ അടുത്തേക്കാണ് അവൻ ചെന്ന് വീഴുന്നത്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ആ എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു. അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് അവന് സാധിച്ചതുമില്ല. ആ ഒരു എക്സ്പെരിമെന്റ് നല്ല രീതിയിൽ മുമ്പോട്ട് പോവുകയാണ്. അതിന്റെ ഉള്ളിൽപ്പെട്ട നമ്മുടെ കള്ളന്റെ ഗതി വളരെയധികം മോശമായി തീരുന്നു. അവന്റെ ബോഡി എല്ലാം തന്നെ ഒരു പൂഴിയായി മാറുകയും പിന്നീട് ആ ഒരു എക്സ്പീരിയൻസിന് ശേഷം അവനൊരു പൂഴി മനുഷ്യനായി മാറുകയും കൂടെ ചെയ്യുകയാണ്. പൂഴിയാൽ രൂപപ്പെട്ട കയ്യും കാലും അതുപോലെ തന്നെ ശരീരവും എല്ലാം തന്നെ രൂപപ്പെട്ടു വരികയാണ്. അതുമാത്രമല്ല അവന്റെ മകളുടെ ആ ഒരു ലോക്കറ്റ് കൂടി അവനിപ്പോൾ ലഭിക്കുകയാണ്. എങ്ങനെയെങ്കിലും തന്റെ മകളുടെ ജീവൻ രക്ഷിക്കുക എന്നൊരു ചിന്ത മാത്രമേ അവനിപ്പോൾ ഉള്ളൂ. അവനിപ്പോൾ പഴയ അവസ്ഥയിലായിട്ട് അവിടെ നിന്ന് കടന്നു പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഒരു ക്രെയിൻ ആണ്. ആ ഒരു ക്രെയിൻ ഓടിക്കുന്ന ഡ്രൈവർക്ക് എന്തൊക്കെയോ സംഭവിക്കുകയും ആ ഒരു ക്രെയിൻ കംപ്ലൈന്റ് ആവുകയും ചെയ്യുകയാണ്. അതിനെ തുടർന്ന് ആ ഒരു ക്രെയിനിന്റെ എൻഡ് ഭാഗം വലിയ ഒരു ബിൽഡിങ്ങിൽ പോയി ഇടിക്കുകയും അവിടെ വലിയൊരു തകർച്ച തന്നെ ഉണ്ടാകാൻ തുടങ്ങുകയും ചെയ്യുകയാണ്. ആ ഒരു ബിൽഡിങ്ങിൽ ഇപ്പോൾ 3 മോഡൽസിന്റെ ഫോട്ടോഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലേക്കാണ് ഈ ഒരു ക്രെയിൻ വന്ന് വീഴുന്നതും അവിടെ മുഴുവൻ തന്നെ തകർന്നു പോവുകയും ചെയ്യുന്നത്. അതിലുണ്ടായിരുന്ന ഒരു ഫേമസ് മോഡൽ ഇപ്പൊ ആ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴാനായിട്ട് നോക്കുകയാണ്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് ഒരുപാട് പേർ വരുന്നുണ്ടെങ്കിലും അവർക്കൊന്നും തന്നെ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങോട്ടേക്ക് ഇപ്പോൾ ഒരു ഫോട്ടോഗ്രാഫർ കൂടെ കടന്നു വരികയാണ്. അവന്റെ പേരാണ് ബ്രോക്ക്. ബ്രോക്ക് ഇപ്പോൾ ആ ഒരു ലേഡിയെ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരന് കാണിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും അവർക്ക് എല്ലാവർക്കും തന്നെ നോക്കി നിൽക്കാനല്ലാതെ ഒന്നും തന്നെ സാധിച്ചില്ല. ഈ സമയത്ത് തന്നെയാണ് സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള സ്പൈഡർമാൻ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. ആ ഒരു മോഡൽ രക്ഷിക്കുകയും അവളെ വളരെ സേഫ് ആയിട്ട് താഴെ എത്തിക്കുകയും ചെയ്യുകയാണ്. ഇപ്പോൾ ബ്രോക്ക് അങ്ങോട്ടേക്ക് കടന്നു വരികയും സ്പൈഡർമാന്റെ ഫോട്ടോ എടുക്കുകയും കൂടെ ചെയ്യുകയാണ്. ഞാൻ ബ്യൂഗൾ ന്യൂസ് പേപ്പറിന്റെ പുതിയ റിപ്പോർട്ടറാണ്. നിങ്ങളുടെ ഏതാനും കുറച്ച് ഫോട്ടോസ് എടുക്കുന്നതിൽ വിരോധമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ അതിനൊന്നും തന്നെ മറുപടി കൊടുക്കാതെ പീറ്റർ അവിടെ നിന്ന് കടന്നു പോകുന്നു. ബ്രോക്ക് ആവട്ടെ അവനെടുത്ത സ്പൈഡർമാന്റെ ഫോട്ടോയുമായിട്ട് പ്രസ്സിലേക്ക് കടന്നു വരികയാണ്. ആ ഒരു ഫോട്ടോ കണ്ടിട്ട് ജെയിംസിനും ഒരുപാട് സന്തോഷമാവുകയാണ്. കാരണം അത് പീറ്റർ കൊടുക്കുന്നതിന് കഴിഞ്ഞും ഒരുപാട് മെച്ചപ്പെട്ട ഫോട്ടോയായിരുന്നു. പീറ്ററും ഇപ്പോൾ അങ്ങോട്ടേക്ക് കടന്നു വന്നതിന് ശേഷം അവനെടുത്ത ഫോട്ടോസും കൊടുക്കുന്നുണ്ട്. എങ്കിലും നമ്മുടെ ജെയിംസിന് ബ്രോഗിനെ
എന്നെ തന്നെ അവിടെ പെർമനന്റ് സ്റ്റാഫ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യാനാണ് താല്പര്യം. ഞാനൊരു വിവാഹം കഴിക്കാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കൊരു ജോലി കൂടിയേ തീരൂ എന്ന് കൂടെ ബ്ലോഗ് ഇവിടെ പറയുകയാണ്. എന്നാൽ പീറ്റർ പറയുന്നു, ഞാനിവിടെ ഒരുപാട് കാലമായിട്ട് വർക്ക് ചെയ്യുന്നു. ഇത്തരത്തിലൊരു വേക്കൻസി ഉള്ള കാര്യം എന്റെ അടുത്ത് പറഞ്ഞതേ ഇല്ല. ഈ ഒരു ജോലിക്ക് എന്തുകൊണ്ടും എനിക്ക് തന്നെയാണ് കൂടുതൽ അവകാശമെന്ന് പീറ്റർ അവിടെ പറയുകയാണ്. പീറ്ററിന്റെ അവകാശവാദങ്ങളെ ശരിവെച്ചുകൊണ്ട് അവിടുത്തെ ഏതാനും വർക്കേഴ്സ് കൂടെ പീറ്ററിന്റെ കൂടെ ചേരുകയാണ്. ഇതിനെ തുടർന്ന് ജെയിംസ് അവരുടെ മുൻപിലേക്ക് ഒരു ടാസ്ക് കൂടെ വെക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരിൽ ഒരാളെ മാത്രമേ എനിക്കിവിടെ അപ്പോയിന്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാനിവിടെ ഒരു ഡ്യൂട്ടി തരികയാണ്. അതായത് സ്പൈഡർമാൻ ഒരു ഫേക്ക് പേഴ്സൺ ആണെന്ന് നിങ്ങൾ തെളിയിക്കണം. അതിനാവശ്യമുള്ള തെളിവുകളോ ഫോട്ടോഗ്രാഫ്സോ നിങ്ങൾ സംഘടിപ്പിച്ച് കൊണ്ടുവരികയും എന്നെ കൺവിൻസ് ചെയ്യുകയും ചെയ്താൽ നിങ്ങൾ ആരാണോ അത് ഏറ്റവും നന്നായിട്ട് ചെയ്യുന്നത് അവൻ ഞാനിവിടെ പെർമനന്റ് ആയിട്ട് ജോലി തരുമെന്ന് കൂടെ അദ്ദേഹം ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. അതിനുശേഷം പീറ്റർ അവിടെ ഹാരിയുമായിട്ട് അവന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. ഹാരി അവിടെ അവന്റെ വീടും അതുപോലെ തന്നെ പരിസരമൊക്കെ കണ്ട് വളരെയധികം അത്ഭുതപ്പെടുകയാണ്. ഞാൻ ഇത്രയും വലിയ സ്വത്തൊക്കെയുള്ള ആളായിരുന്നു, എന്നിട്ടും എന്താണ് എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഇല്ലാത്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പീറ്ററിന്റെ അടുത്ത് ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നീട് ആവട്ടെ അവന്റെ അച്ഛന്റെ ഫോട്ടോ കണ്ടിട്ട് അവൻ കുറച്ചു നേരം ആ ഫോട്ടോയിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. അവന്റെ മൈൻഡിലേക്ക് എന്തൊക്കെയോ കടന്നു വരുന്നുണ്ടെങ്കിലും അവനൊന്നും തന്നെ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. മാത്രമല്ല പീറ്ററിനും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലേക്ക് വരുന്നുണ്ട്. പിന്നീട് പീറ്ററിന്റെ അടുത്തേക്ക് ഹാരി ചോദിക്കുകയാണ്, എന്റെ അച്ഛൻ എന്തായിരുന്നു ജോലി എന്ന്. പീറ്റർ അവിടെ അതിനൊന്നും തന്നെ വ്യക്തമായ മറുപടി ഒന്നും തന്നെ കൊടുക്കാതെ അവിടെ നിന്ന് കടന്നു പോകുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് MJ ആണ്. MJ ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് ആണെന്ന് നമ്മൾ നേരത്തെ തന്നെ കണ്ടിരുന്നു. ഇപ്പോൾ അവൾ അവളുടെ തിയേറ്ററിലേക്ക് വരുമ്പോൾ കാണാൻ സാധിക്കുന്നത് അവൾക്ക് പകരം അവിടെ ഒരു പുതിയ ആർട്ടിസ്റ്റിനെയാണ്. അവരിപ്പോൾ അവൾക്ക് പകരം പുതിയൊരു ആർട്ടിസ്റ്റിനെ കണ്ടെത്തുകയും അവിടെ അപ്പോയിന്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. അവൾ നന്നായിട്ട് പാടുകയും നന്നായിട്ട് അഭിനയിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെയാണ് നമ്മുടെ MJ അവിടെ നിന്ന് മാറ്റി അവളെ റീപ്ലേസ് ചെയ്തത്. ഈ ഒരു കാര്യം കണ്ട് MJ വളരെയധികം ഡിസ്റ്റർബ്ഡ് ആവുകയും അവിടെ ഉണ്ടായിരുന്ന തിയേറ്റർ ഓണേഴ്സ് MJ അവിടെ നിന്ന് പറഞ്ഞു വിടുകയും കൂടെ ചെയ്യുകയാണ്. പുറത്തേക്ക് കടന്നു വരുന്ന MJ കണ്ട് ഒരുപാട് ജനങ്ങൾ കൈയടിക്കുകയാണ്. ഇത് കണ്ട് MJ വളരെയധികം സന്തോഷിക്കുമ്പോഴേക്കും അവൾക്ക് കാര്യം മനസ്സിലാവുകയാണ്. അത് MJക്ക് വേണ്ടിയുള്ള കൈയടി ആയിരുന്നില്ല, അത് സ്പൈഡർമാന് വേണ്ടിയുള്ള ഒരു കൈയടിയായിരുന്നു. അതെ, ജനങ്ങളെല്ലാം തന്നെ സ്പൈഡർമാന് വേണ്ടിയിട്ട് അവിടെ ഒരു വലിയ സെലിബ്രേഷൻ തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടേക്ക് ഇപ്പൊ നമ്മുടെ പീറ്ററും കൂടെ കടന്നു വരികയാണ്. പിന്നീട് അവിടെ നമ്മുടെ പീറ്ററും അതുപോലെ തന്നെ MJയും കുറെ നേരം അവിടെ സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ്. ഈ സമയത്താണ് നമ്മുടെ സാൻഡ്മാൻ ആ വഴി കടന്നു പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. സാൻഡ്മാൻ ഇപ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസുകാരൻ തിരിച്ചറിയുകയാണ്. ഇതാ പഴയ കള്ളനല്ലേ, ഇവനെ എങ്ങനെയെങ്കിലും പിടിക്കണമെന്ന് കരുതിയിട്ട് ഇപ്പൊ നമ്മുടെ സാൻഡ്മാന്റെ പുറകെ ആ ഒരു പോലീസുകാരൻ കൂടെ ചെല്ലുകയാണ്. സാൻഡ്മാൻ ആവട്ടെ അവിടെ ഉണ്ടായിരുന്ന ഒരു ലോറിയിലേക്ക് ഉടൻ തന്നെ കയറുകയാണ്. അതിലേക്ക് കടന്നു വന്ന പോലീസുകാരന് സാൻഡ്മാനെ കാണാനായിട്ടേ സാധിക്കുന്നില്ല. ഉടൻ തന്നെ സാൻഡ്മാൻ വലിയൊരു മോൺസ്റ്ററായി മാറിയിട്ട് അവനെ നശിപ്പിക്കാൻ നോക്കുന്ന എല്ലാ പോലീസുകാരെയും ഇടിച്ച് തെറിപ്പിക്കുകയാണ്. അവൻ ആവശ്യം കുറച്ച് പണവും അതുപോലെ തന്നെ അവനെ തകർക്കാൻ വരുന്നവരുടെ അന്ത്യവുമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ പോലീസുകാരെയും അവൻ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കുകയാണ്. ഇത് ശ്രദ്ധയിൽപ്പെട്ട നമ്മുടെ പീറ്റർ ആവട്ടെ പെട്ടെന്ന് തന്നെ അവന്റെ സ്യൂട്ടൊക്കെ അണിഞ്ഞുകൊണ്ട് സാൻഡ്മാന്റെ അടുത്തേക്ക് കടന്നു ചെല്ലുകയാണ്. പിന്നീട് കാണുന്നത് നമ്മുടെ സാൻഡ്മാനും അതുപോലെ തന്നെ പീറ്ററും തമ്മിലുള്ള കിടുക്കാച്ചി ഫൈറ്റ് ആണ്. സാൻഡ്മാൻ പീറ്ററിന് ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്, നമ്മൾ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല, അതുകൊണ്ട് തന്നെ നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടരുതെന്ന് പറഞ്ഞിട്ട് പീറ്ററിനെ മാറ്റാൻ നോക്കുന്നുണ്ടെങ്കിലും പീറ്റർ അതൊന്നും തന്നെ കേൾക്കാതെ വീണ്ടും സാൻഡ്മാനുമായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ്. ഇതിന്റെ ഒടുവിലാവട്ടെ സാൻഡ്മാൻ വണ്ടി വിട്ടു. പീറ്ററിനാണെങ്കിൽ സാൻഡ്മാനെ വിചാരിച്ചത്ര എളുപ്പത്തിൽ കീഴ്പ്പെടുത്താനായിട്ട് സാധിച്ചുമില്ല. ഒടുവിലാവട്ടെ അവിടെ ഒരു സ്ഥലത്ത് പോയി ഇരുന്ന് തന്റെ മാസ്ക് ഒക്കെ അഴിക്കുമാണ് അതിൽ മുഴുവൻ തന്നെ മണലുള്ള കാര്യം നമ്മുടെ പീറ്റർ ശ്രദ്ധിക്കുന്നത്. അടുത്ത സീനിലാവട്ടെ നമ്മുടെ പീറ്റർ ഇപ്പൊ മേരി ജെയിനുമായിട്ട് ഒരു ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ആ ഡിന്നർ കഴിക്കുന്ന സമയത്ത് അവന്റെ സ്നേഹവും അതുപോലെ തന്നെ അവളോട് പ്രപ്പോസ് ചെയ്യാനൊക്കെ വിചാരിച്ചുകൊണ്ടാണ് നമ്മുടെ പീറ്റർ മേരി ജെയിനുമായിട്ട് അവിടെ എത്തിയിട്ടുള്ളത്. എന്നാൽ മേരി ജെയിനോട് വളരെ മോശമായിട്ട് പീറ്ററിന്റെ അടുത്ത് പെരുമാറുകയും അതുപോലെ പീറ്റർ പാർക്കറിനെ തനിക്ക് ഒരിക്കലും തന്നെ തന്റെ ലൈഫിലേക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് കൂടെ തുറന്നു പറയുകയാണ് മേരി ജെയിൻ ഇവിടെ. ഇത് കേട്ടിട്ട് നമ്മുടെ പീറ്റർ പാർക്കർ ഇവിടെ വളരെയധികം ഡിസ്റ്റർബ്ഡ് ആവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആൻഡിയും അതുപോലെ തന്നെ സ്പൈഡർമാനും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടാണ് ഉള്ളത്. പോലീസ് സ്റ്റേഷനിൽ എത്തിയതിനു ശേഷമാണ് അവിടെ വലിയൊരു നിർണായക കാര്യം തന്നെ പോലീസുകാർ അവിടെ അവരുടെ മുൻപിൽ ഡിസ്ക്ലോസ് ചെയ്യുന്നത്. അത് മറ്റൊന്നുമായിരുന്നില്ല, അവന്റെ അങ്കിളിനെ കുറിച്ചുള്ള കാര്യമായിരുന്നു. അതായത് പീറ്റർ പാർക്കറിന്റെ അങ്കിൾ എങ്ങനെയാണ് മരിച്ചതെന്നും അദ്ദേഹത്തെ കൊന്ന ആ ഒരു കള്ളൻ ആരാണെന്നുമുള്ള ക്ലൂ ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നു.
അത് പറയാൻ വേണ്ടിയിട്ടാണ് അവർ രണ്ടുപേരെ ഇപ്പൊ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. പീറ്റർ പാർക്കറിന്റെ അങ്കിളിനെ കൊന്നത് മറ്റാരുമായിരുന്നില്ല, നമ്മുടെ സ്വന്തം സാൻഡ്മാൻ തന്നെയായിരുന്നു. എന്നാൽ ഈ ഒരു കാഴ്ച കണ്ടിട്ട് നമ്മുടെ സാൻഡ്മാൻ വളരെയധികം അത്ഭുതപ്പെട്ടു പോവുകയാണ്. അതുമാത്രമല്ല, അവന് സഹിക്കാൻ കഴിയുന്നതിനപ്പുറം തന്നെ ദേഷ്യവും കൂടെ അവൻ അവിടെ കടന്നു വരികയാണ്. പിന്നീട് അവൻ അന്ന് രാത്രിയിൽ വീട്ടിൽ കിടക്കുന്ന സമയത്ത് അവന്റെ അങ്കിൾ മരിക്കുന്ന ഏതാനും ചില സ്വപ്നങ്ങളൊക്കെ അവന്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ഈ ഒരു സ്വപ്നം അവന്റെ മനസ്സിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും തന്റെ പക വീട്ടണമെന്നും അതുപോലെ തന്നെ സാൻഡ്മാനെ ഈ ലോകത്ത് തന്നെ ഇല്ലാതാക്കണമെന്നുള്ള ഒരു വാശിയിലേക്ക് കൂടെ സ്പൈഡർമാൻ ഇവിടെ കടന്നു വരികയാണ്. ഈ ഒരു സന്ദർഭത്തിൽ വളരെയധികം അപ്രതീക്ഷിതമായ മറ്റൊരു കാര്യം കൂടെ സംഭവിക്കുന്നുണ്ട്. അതായത് നമ്മൾ കഥയുടെ തുടക്കത്തിൽ കണ്ട ആ ഒരു കറുത്ത കളറുള്ള സാധനം സ്പൈഡർമാന്റെ ബോഡിയിൽ ആകെ അങ്ങോട്ടേക്ക് സ്പ്രെഡ് ആവാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിപ്പോ നമ്മുടെ സ്പൈഡർമാന്റെ ശരീരം മുഴുവനായിട്ടും കീഴ്പ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ സ്പൈഡർമാന്റെ ആ ഒരു സ്യൂട്ട് ആകമാനം കറുത്ത കളറായി മാറിയിരിക്കുകയാണ്. ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് കറുത്ത കോട്ടിട്ട നമ്മുടെ സ്പൈഡർമാന്റെ പൂണ്ട് വിളയാട്ടമാണ്. സ്പൈഡർമാൻ ഇനി വില്ലനായി മാറുന്ന കഥയാണ് അടുത്ത രംഗത്തിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. എന്നാൽ സ്പൈഡർമാന് ഇത്തരത്തിലൊരു മാറ്റം സംഭവിച്ചതിനെ തുടർന്ന് അവന് മറ്റു പല കഴിവുകൾ കൂടെ ലഭിച്ചിരുന്നു. എന്നാൽ സ്പൈഡർമാൻ ആവട്ടെ ആ ഒരു കറുത്ത വസ്തുവിൽ നിന്ന് ഏതാനും ചില സാമ്പിളുകൾ എടുത്തുകൊണ്ട് ഒരു പ്രൊഫസറിന്റെ അടുത്ത് കാണാൻ വേണ്ടി പോവുകയാണ്. പിന്നീട് അതിനെക്കുറിച്ച് അവിടെ ചർച്ച ചെയ്തതിനു ശേഷം അവനിപ്പോൾ റൂമിലേക്ക് മടങ്ങി വന്നിട്ടാണ് ഉള്ളത്. ഈ സമയത്ത് അവിടെ റേഡിയോയിൽ ഒരു അനൗൺസ്മെന്റ് കേൾക്കാനായിട്ട് ഇടയാവുകയാണ്. അതായത് ഒരു ബാങ്ക് കൊള്ളയടിക്കാൻ പോകുന്നുവെന്നും അവർക്ക് അത്യാവശ്യമായി സഹായം ആവശ്യമുണ്ട് എന്നൊക്കെയായിരുന്നു ആ ഒരു റേഡിയോയിൽ കൂടെ അവൻ കേട്ട കാര്യങ്ങൾ. ഇത് കേട്ട് നമ്മുടെ സ്പൈഡർമാൻ ഉടൻ തന്നെ ആ ഒരു ബാങ്ക് ലക്ഷ്യമാക്കി അങ്ങോട്ടേക്ക് കടന്നു ചെല്ലുകയാണ്. ബാങ്ക് കവർച്ച നടത്താൻ എത്തിയത് മറ്റാരുമായിരുന്നില്ല, സാക്ഷാൽ സാൻഡ്മാൻ തന്നെയായിരുന്നു. ഇപ്പൊ നമ്മുടെ സാൻഡ്മാനും അതുപോലെ തന്നെ സ്പൈഡർമാനും നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുകയാണ്. സ്പൈഡർമാൻ അവന്റെ ചുമന്ന കളറുള്ള സ്യൂട്ട് ഉപേക്ഷിച്ചുകൊണ്ട് കറുത്ത കളറുള്ള ആ ഒരു സ്യൂട്ടാണ് ഇട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. അവരിപ്പോ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുകയാണ്. സാൻഡ്മാനെ തോൽപ്പിക്കുക എന്നത് വളരെയധികം ശ്രമകരമായ ഒരു കാര്യമാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ സ്പൈഡർമാൻ മറ്റൊരു ട്രിക്ക് ഉപയോഗിക്കുകയാണ്. അതായത് സാൻഡ്മാനെ വെള്ളത്തിൽ ഇട്ടതിന് ശേഷം അവിടെ നിന്ന് അവനെ അലിയിപ്പിച്ച് കളയുകയാണ് നമ്മുടെ സ്പൈഡർമാൻ ഇവിടെ ചെയ്തത്. അതിലൂടെ സാൻഡ്മാനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്പൈഡർമാന് വളരെ കാര്യക്ഷമമായി സാധിക്കുകയും കൂടെ ചെയ്തു. ഇതിനെല്ലാം ശേഷം സ്പൈഡർമാൻ ഇപ്പൊ കണ്ണാടിയിൽ നോക്കുമ്പോൾ അവൻ എന്തൊക്കെയോ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് അവന് മനസ്സിലാവുകയാണ്. പിന്നീട് റൂമിൽ തിരിച്ചെത്തിയ അവന്റെ അടുത്ത് അവിടുത്തെ ഓണർ വന്ന് റെന്റിന് കാര്യം ചോദിക്കുമ്പോൾ അവൻ വളരെ മോശമായിട്ട് അദ്ദേഹത്തിനടുത്ത് പെരുമാറുകയും കൂടെ ചെയ്യുകയാണ്. എന്ന് സ്പൈഡർമാൻ ഒരിക്കലും ഇത്തരത്തിൽ എൻ്റെ അടുത്ത് പെരുമാറിയിട്ടില്ല. ഇപ്പോൾ ഇവന് എന്ത് സംഭവിച്ചു എന്ന് വളരെയധികം ആശ്ചര്യത്തിൽ നിൽക്കുകയാണ് ആ ഒരു റെന്റൽ ഓണർ അവിടെ. ആ ബ്ലാക്ക് വസ്തുവിന്റെ പേര് വെനം എന്നാണ്. അതിപ്പോൾ കുറേശ്ശെ നമ്മുടെ സ്പൈഡർമാനിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നു. സ്പൈഡർമാൻ വീണ്ടും ഒരു കണ്ണാടിയുടെ മുൻപിൽ ചെന്നതിന് ശേഷം അവന്റെ ആ ഒരു ഷർട്ട് ഊരിക്കൊണ്ട് തന്നെ ആ ഒരു സ്യൂട്ട് വളരെയധികം കാര്യക്ഷമമായി നിരീക്ഷിക്കുകയാണ്. ഉടൻ തന്നെ എന്തോ ഒരു പേടി കൊടുക്കുകയും ആ ഒരു സ്യൂട്ട് ഊരി ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു പെട്ടിയിൽ വെക്കുകയാണ് സ്പൈഡർമാൻ ഇവിടെ. അടുത്ത സീനിൽ കാണിക്കുന്നത് MJനാണ്. MJ ഇപ്പോൾ സ്പൈഡർമാനുമായിട്ട് വഴക്കിലാണ്. അതുകൊണ്ട് തന്നെ അവൾ ഇപ്പോൾ ഹാരിയെ വിളിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വരട്ടെ, നമുക്കൊരു കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാമോ എന്നൊക്കെ അനുവാദം ചോദിക്കുകയാണ്. അത് കേട്ട് വളരെയധികം സന്തോഷിക്കുകയാണ് ഹാരി ഇവിടെ. ഹാരി ഇപ്പോൾ നമ്മുടെ MJയെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലേക്ക് കൂടെ കടന്നു വരുന്നു. ഈ ഒരു സമയം പീറ്റർ മോശമായി പെരുമാറിയ ആ ഒരു ഓണറിന്റെ അടുത്ത് അവൻ ഇപ്പോൾ ക്ഷമാപണം നടത്തുകയാണ്. ഹാരി ഇപ്പോൾ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അവന്റെ അച്ഛന്റെ ഫോട്ടോയിലൂടെ അവന്റെ അച്ഛന്റെ ചില അശരീരികൾ കേൾക്കാനായിട്ട് അവൻ ഇടയാവുകയാണ്. അതായത് തന്നെ കൊന്നത് നിന്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള പീറ്റർ ആണെന്നും അതുകൊണ്ട് അതിന് നീ പ്രതികാരം വീട്ടണം എന്നൊക്കെയാണ് അച്ഛൻ ഇവിടെ പറയുന്നത്. അതിലൂടെ തന്നെ നമ്മുടെ ഹാരിക്ക് ഒരുപാട് ദേഷ്യം വരികയും എങ്ങനെയെങ്കിലും പീറ്ററെ നശിപ്പിക്കണം എന്നുള്ള ചിന്തയിലേക്ക് കടന്നു വരികയും കൂടെ ചെയ്യുകയാണ്. അതിനായിട്ട് MJനെ മുതലെടുക്കാൻ ശ്രമിക്കുകയാണ് ഹാരി ഇവിടെ. MJയുടെ അടുത്ത് ചെന്നതിന് ശേഷം MJയോട് പീറ്ററിനെ കോണ്ടാക്ട് ചെയ്യാനും അതിലൂടെ പീറ്ററിനെ തനിക്ക് ഇഷ്ടമല്ല എന്നും അവന്റെ പ്രപ്പോസ് എല്ലാം തന്നെ റിജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുകയാണ് ഹാരി ഇവിടെ. ഭയം കൊണ്ടാവട്ടെ MJ ഹാരി പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണ്. പിന്നീട് പീറ്ററും അതുപോലെ തന്നെ ഹാരിയും ഇരുന്ന് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ്. മേരി ജെയിന് നിന്നെ ഇഷ്ടമല്ല, അവൾക്കിഷ്ടം എന്നെയാണ്, അതുകൊണ്ട് നീ ഇനി അവളെ പുറത്ത് നടക്കേണ്ട കാര്യമില്ല. അവളുടെ എല്ലാ പേഴ്സണൽ കാര്യങ്ങളും അവൾ എൻ്റെ അടുത്താണ് ഷെയർ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പീറ്ററിനെ ഇവിടെ നല്ല രീതിയിൽ വെറുപ്പിക്കുകയാണ് ഹാരി ഇവിടെ. മാത്രമല്ല ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങൾ കൂടെ പങ്കിടാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പീറ്ററിനെ കൂടുതൽ പ്രകോപിതനാക്കുകയാണ് ഹാരി ഇവിടെ. ഇതെല്ലാം കേട്ട് ഒരുപാട് വിഷമിച്ച് അവിടെ നിന്ന് കടന്നു പോവുകയാണ് പീറ്റർ ഇവിടെ. എന്നാൽ പോകുന്ന സമയത്ത് ഹാരി ആവട്ടെ പീറ്ററിനെ നോക്കി ഒന്ന് കളിയാക്കുക കൂടെ ചെയ്യുന്നുണ്ട്.
ഇതിലൂടെ പീറ്ററിന് ഒരുപാട് ദുഃഖം വരികയും അവൻ അവന്റെ വീട്ടിലെത്തി വളരെയധികം സങ്കടപ്പെടുകയും ചെയ്യുകയാണ്. ഇതേ സമയം ഹാരി ആവട്ടെ അവൻ അവന്റെ മിഷൻ വിജയിച്ച സന്തോഷത്തിൽ അവിടെ നല്ല രീതിയിൽ ആഘോഷിക്കുകയാണ്. ഈ സമയത്ത് പീറ്റർ അങ്ങോട്ടേക്ക് കടന്നു വരികയും പിന്നെ നമ്മുടെ ഹാരിയും അതുപോലെ തന്നെ പീറ്ററുമായിട്ടുള്ളൊരു കിടുക്കാച്ചി ഫൈറ്റാണ് നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയത്ത് ഹാരി നമ്മുടെ പീറ്ററിനെ അവിടെ ഉണ്ടായിരുന്ന ചില ബോംബൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം തന്നെ പരാജയപ്പെട്ടു പോവുകയാണ്. പിന്നീട് പീറ്റർ പുറത്തേക്ക് വരുമ്പോൾ കാണുന്നത് അവിടെ ഒരു ന്യൂസ് റിപ്പോർട്ടാണ്. അതായത് സ്പൈഡർമാൻ അവന്റെ പുതിയ രൂപത്തിൽ വന്നിരിക്കുന്നു. അതിനോടൊപ്പം സ്പൈഡർമാന്റെ ആ ഒരു കറുത്ത സ്യൂട്ട് ഇട്ട പുതിയൊരു ഫോട്ടോ കൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു ഫോട്ടോ എടുത്ത് മറ്റാരുമായിരുന്നില്ല, ബ്രോക്ക് ആയിരുന്നു. അത് കണ്ടിട്ട് നമ്മുടെ സ്പൈഡർമാനും വളരെയധികം ദേഷ്യം വരികയാണ്. പീറ്റർ ഉടൻ തന്നെ ബ്രോക്കിനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് കടന്നു ചെല്ലുകയാണ്. പ്രസ്സിൽ ഇപ്പോൾ വളരെ വലിയ ആഘോഷങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ബ്രോക്കിന്റെ ആ ഒരു ഫോട്ടോയ്ക്ക് നല്ല റീച്ച് കിട്ടുകയും അതിനെ തുടർന്ന് അവൻ അവിടെ ജോലി കിട്ടുകയും കൂടെ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോൾ വലിയൊരു പാർട്ടിയൊക്കെ അവരിപ്പോൾ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. പീറ്റർ ഇപ്പോൾ ബ്രോക്കിൻ്റെ അടുത്ത് വളരെ മോശമായി പെരുമാറുകയും നീ ഈ ഫോട്ടോ എഡിറ്റ് ചെയ്ത് ഫേക്കായി ക്രിയേറ്റ് ചെയ്താണെന്നൊക്കെ പറഞ്ഞിട്ട് ബ്രോക്കുമായിട്ട് വഴക്കിടാൻ വേണ്ടി തുടങ്ങുകയും ചെയ്യുകയാണ്. മറ്റുള്ള ആളുകൾ ഇതെല്ലാം ശ്രദ്ധിക്കുന്നത് മനസ്സിലായപ്പോൾ ബ്രോക്ക് ഇപ്പോൾ പീറ്ററിനെ എടുത്ത് അപേക്ഷിക്കുകയാണ്. നീ ദയവ് ചെയ്ത് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാക്കരുത്. ഇതെങ്ങാനും പുറത്തായിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ജോലിയിൽ നിന്ന് പോവേണ്ടി വരും. മാത്രമല്ല എനിക്ക് ആരും പിന്നീട് ജോലി പോലും തരില്ല എന്നൊക്കെ പറഞ്ഞ പീറ്ററിനെ എടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ്. പീറ്റർ ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരാളുടെ അടുത്ത് ആ ഫോട്ടോസൊക്കെ ഏൽപ്പിച്ചതിന് ശേഷം നിങ്ങളിതൊന്ന് ചെക്ക് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കടന്നു പോകുന്നു. പിന്നീട് ജെയിംസ് ആ ഫോട്ടോസ് എടുത്ത് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അത് പക്ക ഫേക്കും അതുപോലെ തന്നെ എഡിറ്റഡുമാണെന്ന്. അൽഷാണ് തന്നെ ബ്രോക്കിന്റെ ജോലി അവിടെ നിന്ന് തെറിക്കുകയാണ്. പീറ്റർ ആവട്ടെ പീറ്ററിന്റെ സ്വഭാവത്തിലെല്ലാം തന്നെ വളരെ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അവൻ ഇപ്പൊ റോഡിൽ പാട്ടൊക്കെ പാടി വളരെയധികം എന്റർടൈൻ ഒക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ വളരെ കൂളായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല അവിടെ മറ്റൊരു ട്വിസ്റ്റ് കൂടെ നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ സാൻഡ്മാൻ ഇപ്പൊ തിരികെ വന്നിരിക്കുകയാണ്. അവന്റെ പഴയ കഴിവോടും ശക്തിയോടും കൂടെ സാൻഡ്മാൻ ഇപ്പോൾ പൂർവാധീന ശക്തിയോടെ തിരികെ വരികയാണ്. ഈ ഒരു സമയത്ത് ബ്രോക്ക് ആവട്ടെ പീറ്ററിനെയും അവന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയെയും കാണാനായിട്ട് ഇടയാവുകയാണ്. പീറ്ററും ആ ഒരു പെൺകുട്ടിയും കൂടെ ഒരു ഡാൻസ് ബാറിലേക്ക് കയറി ചെല്ലുകയാണ്. അവിടെ പാട്ട് പാടാൻ നിൽക്കുന്നത് മറ്റാരുമായിരുന്നില്ല, സാക്ഷാൽ MJ തന്നെയായിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട പീറ്റർ ആവട്ടെ അവന്റെ കഴിവുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവനുണ്ടായിരുന്ന എല്ലാവരുടെയും ശ്രദ്ധ അവനിലേക്ക് തിരിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. പലതരത്തിലുള്ള അഭ്യാസങ്ങളും അതുപോലെ തന്നെ അവന്റെ കഴിവുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ കാണികളെ രസിപ്പിക്കുകയാണ്. മേരി ജെയിന് അവിടെ ഒരു പാട്ട് പാടാൻ പോലുള്ള അവസരം ലഭിക്കാതെ വരികയും കൂടെ ചെയ്യുകയാണ്. പിന്നീട് ആവട്ടെ മേരി ജെയിനും അതുപോലെ തന്നെ പീറ്ററും സംസാരിക്കുകയാണ്. നീ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് എന്നെ ഹേർട്ട് ചെയ്യാനാണോ എന്ന് പീറ്ററിന്റെ അടുത്ത് മേരി ജെയിൻ ചോദിക്കുകയാണ്. ഇതേ സമയത്ത് അതിന്റെ സംഘാടകർ അങ്ങോട്ടേക്ക് കടന്നു വരികയും ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. പീറ്റർ ഉടൻ തന്നെ അവരെല്ലാവരെയും തല്ലാനും അവരുടെ അടുത്ത് ദേഷ്യപ്പെടാനും തുടങ്ങുന്നു. മാത്രമല്ല ആ ഒരു തല്ലിന്റെ ഇടയിൽ നമ്മുടെ മേരിയെ പോലും നമ്മുടെ പീറ്റർ തള്ളിയിടുകയാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ പീറ്ററിന് ഒരുപാട് സങ്കടമാവുകയാണ്. ഈ ഒരു ബ്ലാക്ക് സ്യൂട്ട് അവനിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെന്ന് മനസ്സിലായി പീറ്റർ ആവട്ടെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പുറത്തു വരികയാണ്. പീറ്റർ ഇപ്പോൾ വലിയൊരു ചർച്ചിന്റെ മുകളിൽ പോയിരുന്ന ആലോചിക്കുകയാണ്. എനിക്കിപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പണ്ട് ഞാൻ വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു. ലോകത്തിനും അതുപോലെ ജനങ്ങൾക്ക് ഉപകാരങ്ങൾ മാത്രമേ ഞാൻ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ ഞാൻ വളരെയധികം മോശമായിരിക്കുന്നു. ഇതിനെല്ലാം കാരണം ഈ ഒരു ബ്ലാക്ക് സ്യൂട്ടാണ്. ഇതിനെ എങ്ങനെയെങ്കിലും എന്നിൽ നിന്ന് ഒഴിവാക്കണമെന്ന് കരുതിയിട്ട് പീറ്റർ ആവട്ടെ ആ ഒരു ചർച്ചിന്റെ ഉള്ളിലേക്ക് കടന്നു വരികയാണ്. ഇതേ സമയം ആവട്ടെ ബ്രോക്ക് ആ ഒരു ചർച്ചിന്റെ താഴെ ഇരുന്നു കൊണ്ട് പീറ്റർ പാർക്കറിനെതിരായിട്ട് ദൈവത്തിനടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പീറ്റർ പാർക്കർ എന്റെ ജീവിതം തന്നെ നശിപ്പിച്ചു കളഞ്ഞു, അതുകൊണ്ട് അവനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണമെന്നൊക്കെ അവനിപ്പോൾ കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു സമയത്താണ് നമ്മുടെ പീറ്ററിന്റെ സൗണ്ട് ബ്രോക്കിന് അവിടെ കേൾക്കാനായിട്ട് സാധിക്കുന്നത്. അതെന്താണെന്ന് അറിയാൻ വേണ്ടി ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് പീറ്റർ അവന്റെ ദേഹത്തുണ്ടായിരുന്ന ആ ഒരു കറുത്ത സ്യൂട്ട് എങ്ങനെയൊക്കെയോ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇതിനിടയിൽ പീറ്ററിന്റെ ദേഹത്ത് തട്ടി അവിടെ ഉണ്ടായിരുന്ന ബെല്ല് കൂടെ നല്ല രീതിയിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു ശബ്ദത്തെ തുടർന്ന് ആ ഒരു വെനം അവനെ വിട്ടിട്ട് താഴെ നിൽക്കുന്ന ബ്രോക്കിന്റെ ശരീരത്തിലേക്ക് കയറുകയും ബ്രോക്ക് അത് മുഴുവനായിട്ട് അബ്സോർബ് ചെയ്യുകയും ചെയ്യുകയാണ്. കറുത്ത വെനം ഇപ്പോൾ ബ്രോക്കിനെ ഒരു പിശാചാക്കി മാറ്റിയിരിക്കുകയാണ്. പീറ്റർ ഇപ്പോൾ വളരെ ശാന്തനായിട്ട് അവന്റെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. അങ്ങോട്ടേക്ക് അവന്റെ ആന്റി കൂടെ കടന്നു വന്നിട്ട് നിനക്ക് എന്ത് പറ്റി, നീ മേരി ജെയിനെ പ്രപ്പോസ് ചെയ്തില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇല്ല, അവൾ എന്നെ വിട്ട് കടന്നു പോയിരിക്കുകയാണെന്നൊക്കെ പീറ്റർ ആന്റിയുടെ അടുത്ത് പറയുകയാണ്. നിന്റെ സ്വഭാവത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു, അതിനെ തുടർന്നാണ് നിനക്ക് എല്ലാം തന്നെ നഷ്ടപ്പെടുന്നതെന്ന് ആന്റി വളരെ സമാധാനത്തിലൂടെ അവന് പറഞ്ഞു കൊടുക്കുകയാണ്. നീ ആദ്യം നിന്റെ കൂട്ടുകാരനായ ഹാരിയുടെ അടുത്ത് എന്ന് ക്ഷമ ചോദിക്കണമെന്ന് ആന്റി ആവശ്യപ്പെടുകയാണ്.
അതിനെ തുടർന്ന് ഹാരിയുടെ അടുത്ത് ചെല്ലുകയും പീറ്റർ ക്ഷമ ചോദിക്കുകയും ചെയ്യുകയാണ്. പീറ്റർ, നീ കാരണമാണ് എൻ്റെ അച്ഛൻ മരിച്ചത്. അതുമാത്രമല്ല, നീ എൻ്റെ മുഖത്തേക്ക് നോക്കൂ, ഇപ്പോൾ നീ എന്നെ തന്നെ നശിപ്പിച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഹാരിയുടെ പീറ്ററിൻ്റെ അടുത്ത് വളരെയധികം ദേഷ്യപ്പെടുകയാണ്. നീ ഇവിടെ നിന്ന് കടന്നു പോകാൻ പറഞ്ഞിട്ട് ഹാരി അവിടെ നിന്ന് മാറിപ്പോകുന്നു. ഹാരിയുടെ അസിസ്റ്റന്റ് ഇപ്പോൾ ഹാരിയുടെ അടുത്തേക്ക് കടന്നു വരികയാണ്. നിന്റെ ചിന്തകൾ എല്ലാം തന്നെ തെറ്റാണ്. നിന്റെ അച്ഛനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് പീറ്റർ ആണെന്നുള്ളത് സത്യമാണ്. പക്ഷെ ഒരിക്കലും പീറ്റർ അല്ല നിന്റെ അച്ഛനെ കൊന്നത്. നിന്റെ അച്ഛൻ്റെ ആ ഒരു ഗ്ലൈഡറിലുണ്ടായിരുന്ന അതേ ബ്ലേഡ് തന്നെയാണ് നിന്റെ അച്ഛൻ്റെ മരണകാരണം. അതിനാൽ തന്നെ നിന്റെ അച്ഛനെ കൊന്നത് ഒരിക്കലും സ്പൈഡർമാൻ അല്ല എന്ന് ആ വ്യക്തി ഹാരിയുടെ അടുത്ത് ധരിപ്പിക്കുകയാണ്. ഇത് കഴിയിട്ട് നമ്മുടെ ഹാരിക്ക് വളരെയധികം കുറ്റബോധവും അതുപോലെ തന്നെ വിഷമവും ഒക്കെ തോന്നുകയാണ്. ടിവിയിൽ ഇപ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് സ്പൈഡർമാൻ ഒരു ലേഡിയെ ടാക്സിയോടെ പൊക്കിക്കൊണ്ട് പോവുകയും വലിയൊരു ബിൽഡിങ്ങിന്റെ മുകളിൽ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയുമാണെന്നാണ് ആ ഒരു ന്യൂസിൽ കാണാനായിട്ട് സാധിച്ചത്. ഈ ഒരു ന്യൂസ് ശ്രദ്ധയിൽപ്പെട്ട പീറ്റർ ആവട്ടെ പെട്ടെന്ന് തന്നെ അവന്റെ സ്യൂട്ടപ്പ് ഒക്കെ ചെയ്തുകൊണ്ട് അങ്ങോട്ടേക്ക് കടന്നു വരികയാണ്. ഇപ്പോഴിതാ വെനം ബ്രോക്കും അതുപോലെ തന്നെ സ്പൈഡർമാനും നേർക്ക് നേർ കടന്നു വന്നിരിക്കുകയാണ്. അവർ തമ്മിൽ നല്ല രീതിയിൽ ഫൈറ്റ് നടക്കുകയാണ്. ഇതേ സമയത്താണ് വളരെ അപ്രതീക്ഷിതമായി സാൻഡ്മാൻ കൂടെ വെനത്തിന് സപ്പോർട്ടായിട്ട് അങ്ങോട്ടേക്ക് പ്രത്യക്ഷനാവുന്നത്. പിന്നീട് അവർ 3 പേരും തമ്മിൽ വളരെയധികം കാര്യമായിട്ട് ഫൈറ്റ് നടക്കുകയാണ്. ഇപ്പോഴിതാ നമ്മുടെ പീറ്ററിന് സഹായത്തിനായിട്ട് നമ്മുടെ ഹാരി കൂടെ കടന്നു വരുന്നു. ഹാരി ഇപ്പോൾ സാൻഡ്മാനെ നല്ല രീതിയിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സാൻഡ്മാനും ഹാരിയും നല്ല രീതിയിൽ ഫൈറ്റ് ഇടുകയും ഈ സമയത്ത് നമ്മുടെ പീറ്ററും അതുപോലെ തന്നെ വെനവും പരസ്പരം കീഴ്പ്പെടുത്താനുള്ള ശ്രമത്തിലാണ്. ഈ ഒരു ശ്രമങ്ങളുടെ എല്ലാം ഇടയിൽ MJ ആ ഒരു കാറിൽ നിന്ന് പുറത്തു വീഴുകയും അവൾ പിടിവിട്ട് താഴേക്ക് പോകുന്നതായിട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വെനം ഇപ്പോൾ നമ്മുടെ സ്പൈഡർമാനെ ഏകദേശം കീഴ്പ്പെടുത്തിയിരിക്കുകയാണ്. അതിനുശേഷം സ്പൈഡർമാനെ കൊല്ലാൻ ശ്രമിക്കുന്ന സമയത്ത് ഹാരി അങ്ങോട്ടേക്ക് കടന്നു വരികയും വെനത്തെ തടയുകയും കൂടെ ചെയ്യുകയാണ്. ഇതിലൂടെ വളരെയധികം പ്രകോപിതനായിട്ട് നമ്മുടെ വെനമാവട്ടെ ഹാരി ഇവിടെ നല്ല രീതിയിൽ ദ്രോഹിക്കുന്നു. സങ്കടം സഹിക്കാനാവാതെ പീറ്റർ ആവട്ടെ പെട്ടെന്ന് തന്നെ അവന്റെ മനസ്സിലേക്ക് ഒരു കാര്യം കടന്നു വരികയാണ്. അതായത് സൗണ്ട് വേവ്സിന് ഈ ഒരു വെനത്തിന് സഹിക്കാനായിട്ട് സാധിക്കില്ല. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന കമ്പികൾ ഉപയോഗിച്ചുകൊണ്ട് സൗണ്ട് വേവ്സ് ഉണ്ടാക്കുകയും ആ ഒരു വെനത്തെ ലോക്ക് ചെയ്ത് അതിനകത്തുണ്ടായിരുന്ന ബ്രോക്കിനെ പുറത്തു കൊണ്ടുവരികയും ചെയ്യുകയാണ് സ്പൈഡർമാൻ. ഇവിടെ ഗ്ലൈഡറിൽ ഉണ്ടായിരുന്ന ഒരു ബോംബ് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു വെനം തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ബ്രോക്ക് ഓടിക്കയറുകയും അതിലൂടെ ബ്രോക്കും നശിച്ചു പോവുകയാണ് ഈ ഒരു കഥയുടെ അവസാന ഭാഗത്ത്. ഹാരി ഇപ്പോൾ മരണത്തോട് അടുത്തിരിക്കുന്നു. ഈ ഒരു സമയത്ത് പീറ്ററിന്റെ അടുത്ത് മാപ്പ് ചോദിക്കുകയാണ് ഹാരി. ഇവിടെ അടുത്ത സീനിൽ കാണിക്കുന്നത് തന്റെ കുറ്റം ഏറ്റുപറയുന്ന സാൻഡ്മാനെയാണ്. അതായത് സാൻഡ്മാൻ മനഃപൂർവ്വമായിരുന്നില്ല പീറ്ററിന്റെ ആ ഒരു അങ്കിളിനെ കൊന്നത്. പീറ്ററിന്റെ അങ്കിൾ ആവട്ടെ സാൻഡ്മാന്റെ കഥകളെല്ലാം അറിഞ്ഞതിന് ശേഷം സാൻഡ്മാനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ അവന്റെ കയ്യിൽ നിന്ന് അറിയാതെ ആ ഒരു ഗണ്ണ് ഷൂട്ട് ആവുകയും അതിലൂടെയാണ് അങ്കിൾ മരിച്ചതെന്നും അവൻ ഇവിടെ തുറന്നു പറയുകയാണ്. ഇത് കേട്ട് ഒരുപാട് വിഷമിക്കുകയാണ് പീറ്റർ. ഇവിടെ സാൻഡ്മാൻ അവിടെ നിന്ന് കടന്നു പോവുകയാണ്. അടുത്ത ദിവസം കാണിക്കുന്നത് ഹാരിയുടെ ഫ്യൂണറലാണ്. അവിടേക്ക് ഇപ്പൊ MJയും അതുപോലെ തന്നെ പീറ്ററും എല്ലാവരും തന്നെ വന്നിരിക്കുകയാണ്. പിന്നീട് നമ്മുടെ MJയും അതുപോലെ തന്നെ നമ്മുടെ പീറ്ററും ഒന്ന് ചേരുന്ന രംഗമാണ് കാണാൻ സാധിക്കുന്നത്. ഇതോടുകൂടെ ഈ ഒരു അടിപൊളി മൂവി ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ ഈ ഒരു സ്പൈഡർമാന്റെ മൂവി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്തൊരു മൂവി ആയിട്ട് കാണും വരെ സ്റ്റേ ട്യൂൺ.